അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഹബീബുമാരെ, ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൽ സുന്നി കൈരളിക്ക് അഭിമാനമായി വളർന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ മൻഷബ് തസ്കിയത്ത് സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിലാണ്. മനുഷ്യനെക്കുറിച്ച് ചെറിയൊരു പരിചയപ്പെടുത്തൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് മനുഷ്യൻ്റെ വലിയൊരു ഗേറ്റിന് മുമ്പിലാണ്. ഏകദേശം 3 ഏക്കറോളം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന മനോഹരമായിട്ടുള്ള സ്ട്രക്ചറിൽ പണിത വലിയൊരു സ്ഥാപനമാണിപ്പോൾ മൻഷബ് തസ്കിയത്ത് സുന്നിയ. സ്ഥാപനത്തിൻ്റെ മൻഷബ് തസ്കിയത്ത് സുന്നിയ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മനോഹരമായ രൂപത്തിലാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വലിയ കരങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. 1986 നടന്ന വലിയൊരു സമ്മേളനത്തിൽ, കാന്തപുരം AP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ല് പാകിക്കൊണ്ട് സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത്. ആദ്യം 6 അനാഥരായ എത്തിയമക്കളെ കൊണ്ട് ചെറിയൊരു ഓലഷെഡിൽ മഴ പെയ്താൽ വെള്ളമൊലിച്ചിറങ്ങുന്ന ചെറിയൊരു ഓലഷെഡിലായിരുന്നു തുടക്കം കുറിച്ചത്. പിന്നീട് അന്നത്തെ പ്രവാസികളുടെ സഹായത്താൽ മറ്റൊരു ചെറിയ ബിൽഡിംഗ് നിർമ്മിച്ച് അതിലേക്ക് മാറ്റുകയും തസ്കിയത്ത് സുന്നിയ എന്ന മദ്രസയുടെ പേരിൽ പിന്നീട് സ്ഥാപനം വളരുകയും അതിനുശേഷമാണ് വലിയ വലിയ പദ്ധതികളുടെ കീഴിലായി മറ്റുള്ള ബിൽഡിങ്ങുകൾ വളർന്നുകൊണ്ടിരുന്നത്. 1986 മാട്ടൂൽ പ്രദേശത്ത് ബിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നുകയറ്റം വ്യാപകമായപ്പോഴാണ് മാട്ടൂലിൽ സുന്നി പ്രസ്ഥാനത്തിന് ഒരു കേന്ദ്രം വേണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മനുഷ്യന് തുടക്കം കുറിക്കുന്നത്. 1986 തറക്കല്ലിട്ട് തുടക്കം കുറിച്ചെങ്കിലും 88 ഔദ്യോഗികമായി രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നത്. അതിനുശേഷമാണ് ദിയാഉൽ മുസ്തഫ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ നബറല്ലാഹു മർക്കദഹു സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായി വരുന്നത്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ, ആമീൻ. ശേഷം 88 ശേഷമാണ് ബഹുമാനപ്പെട്ട ദിയാഉൽ മുസ്തഫ ഹാമിദ് കോയമത്തങ്ങളുടെ നേതൃത്വത്തിൽ മനുഷ്യന് വിപ്ലവം തീർക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വിപ്ലവം തീർത്ത ഒരു സ്ഥാപനമായിരുന്നു മാട്ടൂലിലെ മൻഷബ് തസ്കിയത്ത് സുന്നിയ. ഇൻഷാ അല്ലാഹ് നമുക്ക് മൻഷയിലെ ഓരോ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും പതിയെ പരിചയപ്പെടാം. മൻഷയിലേക്കുള്ള വഴികളൊക്കെ പൂർണ്ണമായും ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 1980 കാലഘട്ടത്തിൽ വെറുമൊരു വാടക റൂമിൽ നഴ്സറിയായി തുടങ്ങിയ സഫ ഇന്നീ കാണുന്ന 3000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു ക്യാമ്പസായി മാറിയിരിക്കുന്നു. മാഷാ അല്ലാഹ്. ഇതിന് പുറമെ പുറത്തും സഫയുടെ ഓഫ് ക്യാമ്പസായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. സ്കൂളിനടുത്ത് തന്നെ മദ്രസയുണ്ട്, മദ്രസത്തു തസ്കിയ. ആദ്യം തുടങ്ങിയത് മദ്രസയായിരുന്നു, അതിനുശേഷമാണ് സ്കൂൾ തുടങ്ങിയത്. ഇന്ന് മദ്രസ ഇത്രയും വിശാലമായിട്ട് വിപുലീകരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യന് NCBT അംഗീകാരം കിട്ടിയ ഒരു സ്ഥാപനമുണ്ട്, ITI. മനുഷ്യൻ്റെ ITI സാങ്കേതിക രംഗത്ത് വളരെയധികം മുന്നേറ്റം നേടിയ സ്ഥാപനമാണ് മനുഷ്യൻ്റെ ITI. അതുപോലെ തന്നെ സഫ ഇംഗ്ലീഷ് മീഡിയം, നമ്മളിപ്പോൾ കണ്ട സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതുപോലെ തന്നെ സഫയുടെ മറ്റൊരു ഭാഗമായ റിസ്കി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, രണ്ടിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയ സ്കൂളുകളാണ് രണ്ടും. നമുക്കിനി മനുഷ്യൻ്റെ മെയിൻ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാം. ദാവ കോളേജ്, അതുപോലെ തന്നെ ജൂനിയർ ദാവ കോളേജ്, IMA ഇസ്ലാമിക് മോഡൽ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് മെയിൻ കോമ്പൗണ്ടിലാണ്. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ തന്നെയാണ്. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. അതുപോലെ തന്നെ മനുഷ്യ ഗാർഡൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും 6 യത്തീമക്കളെ കൊണ്ട് തുടങ്ങിയ
ആ ചെറിയൊരു ഓല വീട് ഇന്ന് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ ഹുമൈദിയ കോളേജ് പ്രവർത്തിക്കുന്നത് മനുഷ്യർ ജാറമ്പള്ളിയിലാണ്. മനുഷ്യന് തൊട്ടടുത്തുള്ള ജാറമ്പള്ളിയിലാണ്. ഇതാണ് മനുഷ്യ ജാറമ്പള്ളി. വർഷം തോറും അനേകം പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ഹുമൈദികളാക്കി സേവന രംഗത്തേക്ക് പറഞ്ഞേക്കുന്ന സിസ്റ്റമാണ് മനുഷ്യ ഹുമൈദിയ ശരീഅത്ത് കോളേജ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ ദാവാ കോളേജ്, ജൂനിയർ ദാവാ കോളേജ്, ഇസ്ലാമിക് മോഡൽ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ കാഴ്ചവെച്ച സ്ഥാപനങ്ങളാണ്. പ്രഗത്ഭരായ ഉസ്താദുമാരോട് കൂടെ തന്നെ അതിനൊത്ത വിദ്യാർത്ഥികളും വലിയ മുന്നേറ്റമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.